ജാസിയുടെ ആത്മാവാണ് ലജ്ജാവതി. ഇല്ല ഏട്ടാ, ലജ്ജാവതിയാണ്. ഞാൻ സ്വന്തമായിട്ട് തന്നെ കേട്ടിട്ടുണ്ട്. അത് എത്രയോ പ്രാവശ്യം. എനിക്ക് അതിപ്പോഴും സർപ്രൈസാണ്. ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ എൻ്റെ സ്വന്തം പാട്ട് തന്നെ ഒരു 30-40 റൗണ്ട് കേട്ടു. ഈ പിന്നെ സിനിമയിലെ മറ്റ് 2 പാട്ടുകളും ഇതോടൊപ്പം തന്നെ ഹിറ്റായതാണ്. അതെ അതെ, ലജ്ജാവതിയെ പോലെ തന്നെ ഹിറ്റായ പാട്ടുകളാണ്. ബെല്ലേ ബെല്ലേ അന്നക്കിളി. ഞാൻ അന്നക്കിളിയുടെ തമിഴ് വേർഷൻ പാടാം. அன்னக்கிளி நீ வாடி என் காதல் சீட்டெடுக்க, நெல்லுக்கு பதிலாக முத்தங்கள் நான் கொடுக்க, மஞ்சமயிலே உன் தோகையில் ஒளிஞ்சு கண்ணாமூச்சின ஆட, கொஞ்சி விளையாடி கும்மாளம் போட்ட என்ன உனக்குள்ள தேட, அன்னக்கிளி நீ வாடி என் காதல் சீட்டெடுக்க, நெல்லுக்கு பதிலாக முத்தங்கள் நான் கொடுக்க. വരട്ടെ ഒരാൾ. മലയാളത്തിൻ്റെ സിനിമാ സംഗീത ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായിട്ടുള്ളൊരു സാന്നിധ്യം ജാസിയുടേത് ആണെന്ന് പറയാം. വേറൊരു സംഗീത സംവിധായകനും അത്ര ഒരു വിപ്ലവകരമായിട്ടുള്ളൊരു ട്രെൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ എന്നെപ്പോലൊരു ഒബ്സർവറിന് സാധിക്കില്ല. അപ്പോൾ പിന്നീട് സൗത്ത് ഇന്ത്യയിലും വിദ്യാസാഗർ സാറിനാണെങ്കിലും ഹാരിസ് ജയരാജന് വേണ്ടിയൊക്കെ താങ്കൾ പാടി. ഈവൻ ഞാൻ തന്നെ താങ്കളുടെ ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട്. കന്നഡയിലും തെലുങ്കിലും താങ്കളുടെ സംഗീത സംവിധാനം ഉണ്ടാകുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു, തിരിഞ്ഞു നോക്കുമ്പോൾ ചെറിയ ചെറിയ കുറ്റപ്പെടുത്തലുകൾക്കപ്പുറം ഇപ്പോഴും ജാസി നമ്മളൊരുമിച്ച് സ്റ്റേജിൽ കയറാറുണ്ട്. അപ്പോൾ ജാസി വരുമ്പോൾ ആളുകളുടെ ഒരു ഹർഷാരവം ഞാൻ കാണാറുള്ളതാണ്. അപ്പോൾ ഇപ്പോഴും ജാസി ബാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഇമ്പൾസ് ഇനിയും തുടരണം എന്നുള്ളൊരു ആശംസയാണ് എനിക്ക് ഈ ഒരു വേദിയിൽ പറയാനുള്ളത്. ബിജിപാൽ വളരെ ടാലൻ്റഡ് ആയിട്ടുള്ള ഒരു സംഗീത സംവിധായകനാണ്. ഒരുപാട് പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. പക്ഷേ ബിജിയെപ്പോലെയും അത്ഭുതപ്പെടുത്തുന്ന ചില ടാലൻസ് അല്ലെങ്കിൽ എന്തോ സ്പിന്ന് ജാസിക്കുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. വിജിയുടെ 2 പാട്ടുകൾ ഞാൻ പാടുമ്പോൾ എനിക്ക് തോന്നുന്നു വിജി നമ്മുടെ സിംഗിങ് സ്റ്റൈലിൻ്റെ ഒരു ഇഷ്ടം വിജിക്കുണ്ട്. അതിപ്പോൾ സ്റ്റേജിലാണെങ്കിലും നമ്മൾ പാടുമ്പോഴത്തേക്ക് ഉള്ള പാട്ടുകളുടെ ഒരു നമ്മൾ പാട്ട് നമ്മുടെ സ്റ്റൈലിൽ ഒക്കെ പാടുന്ന പ്രസൻറ്റേഷൻ വിജിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളതായിട്ട് എനിക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കൂടുതലും സ്റ്റേജ് പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പോപ്പുലറായിട്ടുള്ള സോങ്സ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഫോർ ദ പീപ്പിൾ തന്നെയായിരിക്കും 3 പാട്ടും അത് തന്നെ നിരക്ക് പാടുന്നത്. ഞാനിപ്പോഴും മാറ്റിയിട്ടുണ്ട്. ഞാനിപ്പോഴും ആദ്യം പാടുന്നത് മണിക്കിനാവിനെന്നുള്ള സോങ് ഉണ്ട്, ഒരു ഡുവറ്റാണ്, വളരെ സ്ലോ ആയിട്ടുള്ള പാട്ടുകൾ. പിന്നെ കൂടുതലും മെലഡി പാടുമ്പോഴത്തേക്ക് ചില ഓഡിയൻസിന് ഭയങ്കര ഇഷ്ടമാവും. പിന്നെ നമുക്ക് ആ പാട്ടും കൂടെ പാടിക്ക് പോകണം, നിന്റെ മിഴിമുന. ആ പാട്ട് ഈ കുട്ടികൾക്കെല്ലാം ഈ മിഴിമുന ഭയങ്കര ഇഷ്ടമാണ്. നിന്റെ മിഴിമുന കൊണ്ടെന്റെ നെഞ്ചിലൊരു ബല്ലേ ബല്ലേ, നിന്റെ ചിരിമഴ നനഞ്ഞപ്പോൾ അടിമുടി ബല്ലേ ബല്ലേ, കവിൽ ചെമ്പക മലരിന്റെ മണം കൊണ്ടു ബല്ലേ ബല്ലേ, കവിൽ മുടിയിലെ കുടമുല്ല പൂവിനു ബല്ലേ ബല്ലേ, നിന്റെ മിഴിയിൽ കുറുമ്പ് ആ കുറുമ്പിന്റെ കരിമ്പൊന്നു കടിച്ചോട്ടെ, എൻ്റെ മനസ്സിന്നു മധുരത്തിൽ തുടിച്ചോട്ടെ, നിന്റെ മിഴിമൂന കൊണ്ടെൻ്റെ നെഞ്ചിലൊരു ബല്ലേ ബല്ലേ, നിന്റെ ചിരിമഴ നനഞ്ഞപ്പോൾ അടിമുടി ബല്ലേ ബല്ലേ.